ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല വൈറ്റ് കളറിലുള്ള ഒരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഈ കേക്ക് നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ 250 ഗ്രാം അളവിലാണ് മൈദ എടുത്തത്. അതിനോടൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സോൾട്ടും ഇട്ടിട്ട് 3-4 തവണ ഇതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണം. എന്നാലേ അത് എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടുകയുള്ളൂ. പൊടി ഞാനൊരു 3-4 തവണ ഇടഞ്ഞെടുത്തായിരുന്നു. അത് വീഡിയോയിൽ മൊത്തം കാണിച്ചിട്ടില്ല. ഇനി അതിലേക്ക് ചേർക്കാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആവശ്യമാണ്. 100 ഗ്രാം അളവിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തത്. അതുപോലെ നട്ട്സ് ഒരു 30 ഗ്രാമിലൊക്കെ മതിയാവും. 2 ബനാന കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടി ചേർക്കാം. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കണം. നമ്മൾ ബാറ്ററിലോട്ട് ഇത് ചേർക്കുമ്പോൾ താഴ്ന്നു പോകാതെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബൗളിലേക്ക് ബട്ടർ ചേർക്കാം. 1/2 കപ്പ് അളവിലാണ് ബട്ടർ എടുത്തത്, 100 ഗ്രാംസ്. ഇത് അൺസോൾട്ടഡ് ബട്ടർ ആയിരുന്നു, റൂം ടെമ്പറേച്ചറിലുള്ളതാണ് വേണ്ടത്. നമ്മൾ 125 ഗ്രാം ഷുഗറാണ് എടുത്തിരുന്നത്, പൗഡർ ഷുഗറാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് ആണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്, ബട്ടറും ഷുഗറും. നമ്മളിത് ഉണ്ടാക്കാൻ 3 എഗ്ഗായിരുന്നു എടുത്തത്. ഓരോരോ എഗ്ഗായിട്ടിട്ടിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തതും അതിലേക്ക് ഇടാം. ഇട്ടിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്യണം. ഈ സമയം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കാം. അത് വന്നിട്ട് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും ചേർത്ത് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ഇനി നമുക്ക് പൊടി ഇതുപോലെ കുറച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എന്നിട്ടാണ് നമ്മൾ ആ ബനാന അരച്ചെടുത്തത് അതിൽ ചേർക്കുന്നത്. അതും ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഫ്രണ്ട്സ്, ഇതിന് മുന്നേ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലം കേക്ക്, ബട്ടർ കേക്ക്, അതുകൂടാതെ കപ്പ് കേക്ക്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് പൊടിയും അതുപോലെ തന്നെ ബനാനയും ഒക്കെ ഇട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ. ഈ കേക്കിന് ആവശ്യത്തിന് മധുരമുണ്ട്. അതല്ല, കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഷുഗർ ചേർക്കാം. അതല്ല, കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ ചേർത്താൽ മതിയാകും. ഇപ്പോൾ അത് ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാലൻസ് ഒന്ന് പൊടിയുടെ അതിലേക്ക് ഇടാം. നമ്മൾ വളരെ സ്മൂത്തായിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ അത് നല്ല മിക്സായി കിട്ടുകയുള്ളൂ. ഇത്രയും മതിയാകും. ഇനി നമുക്ക് അതിലേക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കാം. ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതേപോലെ. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്നിലോട്ട് അത് ഒഴിക്കാം. 7 ഇഞ്ചിൻ്റെ ടിന്നായിരുന്നു. അതിലേക്ക് ഓയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് പൊടിയൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. നമുക്കതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഒഴിച്ചിട്ട് ഇതേപോലെ സ്പാറ്റിൽ വെച്ച് സൈഡൊക്കെ ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം. സെൻറ്റർ ഭാഗം ഇങ്ങനെ താണു പോകാതിരിക്കാനാണ്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ഡ്രൈ നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. 1-2 തവണ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. കേക്കിൻ്റെ പുറത്ത് ചെറിയ രീതിയിൽ ഐസിങ്ങിന് വേണ്ടി 100 ഗ്രാം പൗഡർ ഷുഗർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച്, തണുത്ത മിൽക്കാണ് വേണ്ടത്, അതൊഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ അത് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറുണ്ട് ബട്ടറിൻ്റെയൊക്കെ. ചെറുതായിട്ടൊന്ന് തണുത്തു. ഇനി നമുക്കത് മറിച്ചിടാം. പിന്നെ അതിൽ നിന്ന് മാറ്റാം. ഫ്രണ്ട്സ്, ഈ വരുന്ന ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ടോപ്പിങ്ങിൽ ഇതുപോലെ കുറച്ച് ഐസിങ് കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്.
ഇതേപോലെ. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ടിരിക്കുന്നു. എന്നിട്ട് നമുക്കൊരു പോർഷൻ എടുത്ത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വിഷ് യു ഹാപ്പി ക്രിസ്മസ്. എന്നാൽ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ നന്ദി.